പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? നന്നായിരിക്കുന്നു. ഞങ്ങൾ നന്നായിരിക്കുന്നത് ചിലർക്ക് സഹിക്കുന്നില്ലല്ലോ. അയൽവാസിക്ക്, എതിർവശത്തുള്ളവർക്ക്, ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, പക കാണിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിച്ചാലും ഞങ്ങളോട് വൈരാഗ്യം കാണിക്കുന്നു, ഞങ്ങൾക്ക് ദോഷം ചെയ്യണമെന്ന് കരുതുന്നു. എന്തു ചെയ്യും എന്ന് മനസ്സിൽ ഒരു ദുഃഖവും പോരാട്ടവും ഉണ്ടോ? അപ്പോൾ കാരണമില്ലാതെ വിരോധമുണ്ടാക്കുന്നവരുമുണ്ട്. ഇതാണ് ലോകം, ദുഷിച്ച ലോകമാണ്. ചിലരാകട്ടെ ജന്മവിരോധികളായി നമ്മെ ഇല്ലാതാക്കാനായി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് നമ്മെ നശിപ്പിക്കണമെന്ന് വിചാരിക്കും. ജോലി ചെയ്യുന്നിടത്തും വസിക്കുന്നിടത്തും നിങ്ങളുടെ ബിസിനസ് പോലും കുളമാക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾ ചിരിച്ചാൽ പോലും അവർ ചിരിക്കില്ല, അവർ മുഖം തിരിച്ച് പൊയ്ക്കളയും. അവരുടെ ഉള്ളിൽ നമ്മുടെ നേരെ ഒരു വിരോധം വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവും ഉണ്ടാവുകയില്ല. ഒരു ചെറിയ പ്രശ്നത്തെ വലുതാക്കി വലിയ ഒരു വിരോധം സൃഷ്ടിക്കും. അവർ ശത്രുക്കളായി മാറും. അപ്പോൾ ഇതുപോലെ ശത്രുക്കൾ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണോ? ദൈവം ഒരു നല്ല ഉപദേശം തരുന്നു. സദൃശ്യവാക്യം 16-7 ദൈവം പറയുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്കിഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. യഹോവ ഒരു കാര്യം ചെയ്യുമത്രേ, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളോട് പക കാണിക്കുന്നവരെ നിങ്ങളുടെ അടുത്ത് വന്ന് സമാധാനം പുലർത്തുമാറാക്കുമത്രേ. എപ്പോൾ നമ്മുടെ വഴികൾ യഹോവയ്ക്കിഷ്ടമായിരിക്കുമ്പോൾ, അപ്പോൾ ഭയങ്കര വിദ്വേഷികളായി അത് കാരണം നിങ്ങൾക്കൊരു ബാധിപ്പുണ്ടാകുന്നു. എന്നോട് പക കാണിക്കുന്നു, എന്നോട് വിരോധം കാണിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ബാധിപ്പുണ്ടായാൽ നിങ്ങളുടെ വഴികൾ നേരെയാണോ എന്ന് നോക്കണം. നിങ്ങളുടെ വഴികൾ യഹോവയ്ക്ക് പ്രിയമുള്ളതാണോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കണം. അന്വേഷിച്ചു നോക്കി അത് ശരിയാക്കിയാൽ ശത്രുക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് സമാധാനം പുലർത്തുമാറാക്കും. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഇതുപോലെ ചിലർ പകയുണ്ടാക്കിയിരുന്നു. നാട്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലെ വിരോധികളായി, ചില ശുശ്രൂഷകരും വിരോധികളായി, ഇല്ലാത്തതും നടക്കാത്തതുമൊക്കെ പറഞ്ഞ് വളരെയധികം മനോവേദനയുണ്ടാക്കുന്ന വിധം പ്രവർത്തിച്ച് വലിയ ഒരു ബാധിപ്പുണ്ടാക്കി. മാനസികമായ വലിയ ബാധിപ്പുണ്ടായി. എന്തുകൊണ്ടാണ് ഇവർ വിരോധികളാകുന്നത്? എന്തുകൊണ്ടാണ് ഇവർ എനിക്കെതിരായി പ്രവർത്തിച്ച് വിരോധികളാവുന്നത് എന്നെല്ലാം ചിന്തിച്ച് നിരാശപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം സംസാരിച്ചു. ഒരുവന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുമാറാക്കും. ആ വചനം ചൊല്ലാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്റെ ഏതോ ഒരു വഴി ശരിയല്ല, അങ്ങേക്കിഷ്ടപ്പെടാത്ത ഏതോ ഒരു കാര്യമുണ്ട്. എന്റെ വഴികൾ അങ്ങേക്കിഷ്ടമുള്ളതാണെങ്കിൽ ശത്രുക്കൾ വന്ന് സമാധാനം പുലർത്തുമല്ലോ. ഈ വചനം ചൊല്ലി എന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങൾ സംഭവിച്ചു. എന്നോട് വിരോധം കാണിച്ചവർ, വ്യാപാരം ചെയ്യുന്നവർ വന്ന്, ബ്രദർ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് സമാധാനം പുലർത്തി. ശുശ്രൂഷകന്മാർ വന്ന്, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റായി സംസാരിച്ചു എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചതൊന്നും എനിക്കറിയില്ല. അവർ മുഖം തിരിച്ചു പോകും, സ്നേഹത്തോടെ സംസാരിക്കാറില്ല, എന്തോ ഒരു കാര്യമുണ്ട് എന്ന് വിചാരിച്ചു. പിന്നീട് അവർ കൈകുലുക്കി സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പലരും സമാധാനം പുലർത്തുന്നത് കണ്ടപ്പോൾ ഈ വചനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴും ചിലർ പക കാണിക്കുന്നുണ്ട്. ഞാൻ അവരെ നേരിൽ കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. കാണാതെ പോലും എന്നോട് പക കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അതെന്നെ ബാധിക്കുന്നുമില്ല. നമ്മെ ബാധിക്കുന്ന വിധത്തിൽ പക കാണിക്കുന്ന വിരോധികളുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സമാധാനം പുലർത്താൻ ദൈവം ഇടയാക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും എതിരുള്ള വീട്ടിലും അയൽപ്പക്കത്തുമുള്ളവര് മുഖം തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? അവർ പക കാണിക്കാൻ തുടങ്ങിയാൽ അകലെ നിന്നും സംസാരിച്ചാലും പ്രവർത്തിച്ചാലും അറിയില്ല. ദിവസവും കാണുന്നവർ പക കാണിച്ചാൽ എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ വഴികളെ നിങ്ങൾ ശരിയാണോ എന്ന് നോക്കി യഹോവയ്ക്ക് പ്രിയമുള്ളവരാകുവാനായി സമർപ്പിക്കൂ. അവരെല്ലാവരും സമാധാനം പുലർത്തും. നിങ്ങളുടെ ചുറ്റും ഒരു സമാധാനമുണ്ടാകും. ഇന്ന് ഞാനത് കാണുന്നുണ്ട്. ഒരു കാലത്ത് എന്നോട് വിരോധം കാണിച്ചവരെല്ലാം ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ളവരെല്ലാം സമാധാനത്തോടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അതാണ് ദൈവം തരുന്ന വാഗ്ദത്തം. ലോകരെല്ലാം നിങ്ങളോട് സമാധാനം പുലർത്തണമെന്ന ആവശ്യമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും വസിക്കുന്നിടത്തും ചുറ്റുമുള്ളവർ സമാധാനം പുലർത്തിക്കൊണ്ടേയിരിക്കണമല്ലേ? അവർ നിങ്ങളോട് സമാധാനം പുലർത്താൻ ദൈവം ഇടയാക്കും. അപ്പോൾ നിങ്ങളുടെ വഴികൾ ശരിയാണോ എന്ന് നോക്കി ദൈവത്തിന് ഹിതമുള്ളവനാവാനായി സമർപ്പിക്കൂ. ശരിയല്ലേ? ഇപ്പോൾ പറയൂ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി ഹൃദയത്തിൽ കൈവച്ച്, ദൈവമേ,
അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചെന്നെ ശരിയാക്കേണമേ. അങ്ങേക്ക് പ്രിയപ്പെട്ടതുപോലെ ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ വഴികൾ അങ്ങേക്ക് ഇഷ്ടമുള്ളതാവണം. അപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളും എന്നോട് സമാധാനം പുലർത്താൻ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വസിക്കുന്നയിടത്തും ജോലി ചെയ്യുന്നയിടത്തും ബിസിനസ് ചെയ്യുന്നയിടത്തും ശുശ്രൂഷ ചെയ്യുന്നയിടത്തും ഞാൻ സമാധാനത്തോടെ ഇരിക്കും. അതിനുള്ള മാറ്റമുണ്ടാക്കി തരേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ